നൂറ്റാണ്ടിൽ കപ്പദോക്കിയ ദേശത്ത് ജീവിച്ചിരുന്ന രണ്ട് വലിയ പിതാക്കന്മാരാണ് പരിശുദ്ധനായ ബസേലിയോസ്, മഹാനായ ബസേലിയോസ് എന്ന് വിളിക്കപ്പെടുന്ന പിതാവും നാസിയാൻസസിലെ ഗ്രിഗോറിയോസ്, ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കപ്പെടുന്ന പിതാവും. ഇവരോട് ചേർന്ന് മഹാനായ ബസേലിയോസിൻ്റെ സഹോദരൻ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസും ബസേലിയോസിൻ്റെയും നിസായിലെ ഗ്രിഗോറിയോസിൻ്റെയും സഹോദരിയായ മക്രീനയും. യഥാർത്ഥത്തിൽ ഇവർ 4 പേരും കൂടെ ചേർന്ന ഒരു കൊച്ചു സംഘം കപ്പദോക്കിയയിൽ ജീവിച്ചിരുന്നു. കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് നാം പറയുമ്പോൾ മഹാനായ ബസേലിയോസിനെയും ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗോറിയോസിനെയും നാസിയാൻസിലെ ഗ്രിഗോറിയോസിനെയുമാണ് നമ്മൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ മറ്റ് 2 പേരും കൂടെ ചേർന്ന് വരും. ഇതൊരു വലിയ അനുഗ്രഹകരമായ ഒരു കാലഘട്ടമായിരുന്നു. മഹാനായ ബസേലിയോസ് സവിശേഷമായും കമ്മ്യൂണിറ്റി മൊണാസ്റ്റിസിസം എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, സമൂഹമായി ഒന്നിച്ചു ജീവിക്കുന്ന സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി മഖ്രീന സ്ത്രീകൾക്കു വേണ്ടി സന്യാസ സമൂഹം സ്ഥാപിച്ച ആളുമായിരുന്നു. മഹാനായ ബസേലിയോസ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് സവിശേഷമായി പഠിപ്പിച്ച പിതാവായിരുന്നു. നാസിയാൻസസിലെ ഗ്രിഗോറിയോസ് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം എന്ന വിശ്വാസം ഊട്ടി ഉറപ്പിച്ച ഗ്രന്ഥകാരനും പ്രത്യേകമായും ഒരു ഗുരുശ്രേഷ്ഠനുമായിരുന്നു. ഇങ്ങനെയുള്ള വലിയ പിതാക്കന്മാരുടെ ജീവിതം നമ്മൾ സ്വാംശീകരിക്കുമ്പോൾ ആ സത്യവിശ്വാസം നമ്മൾ നിലനിർത്തുവാൻ, രണ്ടാമതായി അവരുടെ ദൈവാശ്രയം നമ്മൾ പഠിക്കണം. മൂന്നാമതായി സമ്പൂർണമായ അവരുടെ താഴ്മയും സമർപ്പണവും നമ്മൾ പ്രത്യേകം ഉൾക്കൊള്ളണം. ഇവരെല്ലാവരും തന്നെ മക്രീന എന്ന വനിതാ ശ്രേഷ്ഠ ഒഴിച്ചുള്ള 3 പിതാക്കന്മാരും അന്നത്തെ കാലത്ത് ഗ്രീസിലുള്ള ഏതൻസിൽ പോയി പഠിച്ച വലിയ ഫിലോസഫേഴ്സുമായിരുന്നു. ലൗകികമായ ലോകപ്രകാരമായുള്ള സെക്കുലർ എഡ്യൂക്കേഷൻ നന്നായി പഠിച്ച ഈ വലിയ പിതാക്കന്മാർ, ഞാൻ സൂചിപ്പിച്ചല്ലോ അവരുടെ താഴ്മയും എളിമയും, അത് മുഖാന്തരം സഭാസേവനത്തിനുള്ള സമ്പൂർണമായ സമർപ്പണവും നമ്മളുടെ ശ്രദ്ധയിൽ പ്രത്യേകം വരുന്നുണ്ട്. അതാണ് ഈ 3 പേരെയും സഭാ ശുശ്രൂഷയ്ക്കും സന്യാസ്ത ജീവിതം പ്രത്യേകമായി സ്ഥാപിക്കുന്നതിലേക്കുള്ള അവരുടെ സമർപ്പണവും அதை അടിസ്ഥാനപ്പെടുത്തിയായിരുന്നുവെന്നുള്ളത് നമുക്ക് പാഠമാണ്. പുതുവർഷ പുലരിയാണല്ലോ. ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ദൈവാഭിമുഖമായി നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ എങ്ങനെ കഴിയും? സദാവി ദൈവമുഖം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്, ദൈവത്തോടെ മുഴങ്കാലുകളെ മടക്കി ആലോചന ചോദിക്കുന്ന ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കണം. നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടുവയ്പും ദൈവത്തോടെ ആലോചന ചോദിച്ചും ദൈവ തീരുമാനപ്രകാരവും ആയിരിക്കത്തക്കവണ്ണം ദൈവാഭിമുഖമായ ഒരു ജീവിത ശൈലി, അത് എത്രയും അധികമായി ഈ 2026 നമ്മളുടെ ജീവിതത്തിൽ നിഷ്ഠയോടെ പരിപാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15, 16, 17, 18 ഈ ഭാഗത്തായി മോശ ദൈവത്തോട് ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവേ, നിന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം.
രണ്ടാമതായി പ്രാർത്ഥിക്കുകയാ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങും പോകുവാൻ ആവില്ലല്ലോ. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ. ദൈവം അവർക്ക് വഴികാട്ടി കൊടുത്തു. വഴി എന്തെന്ന് തെളിച്ചു കൊടുത്തു. കനാനിലേക്കുള്ള വഴിയാ, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. കനാനിലേക്കുള്ള വഴി ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴിയാ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലേക്കുള്ള ലക്ഷ്യപ്രാപ്തിക്കുള്ള വഴിയാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവാഭിമുഖമായ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിച്ച് ജീവിക്കുവാൻ സദാപി തിന്മകളെ വകഞ്ഞു മാറ്റി നന്മ മാത്രം സ്വീകരിച്ചുകൊണ്ടും അത് ദൈവത്തെങ്കിലേക്കുള്ള മാർഗമായും സ്വയം അംഗീകരിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടുമുള്ള ഒരു പുത്തൻ അല്ല, തിരുത്തലുകൾ വരുത്തിയും സമ്പൂർണമായ ദൈവാശ്രയത്തിൽ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ചും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എളിമയിൽ, സമർപ്പണത്തിൽ, ദൈവമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ സഹായിക്കണം ഈ പുതുവത്സരത്തിൽ. അതുപോലെ തന്നെ സമ്പൂർണമായും നിന്റെ തിരുസന്നിധിയിൽ വിനയപ്പെട്ട് നിന്റെ വഴികളിലൂടെ നടപ്പാൻ വഴിതെളിച്ച് നീ ഞങ്ങൾക്ക് തിരുസാന്നിധ്യമായി കൂടെ പോരണം. ഞങ്ങൾക്ക് മുമ്പേ പോകണം. പരിശുദ്ധന്മാരായ മഹാനായ ബസേലിയോസിൻ്റെയും ദൈവശാസ്ത്രജ്ഞനായ നാസിയാൻസിലെ ഗ്രിഗോറിയോസിനെയും അതോടൊപ്പം തന്നെ നിസായിലെ ഗ്രിഗോറിയോസിനെയും പരിശുദ്ധയായ മക്രീനെയും നമുക്ക് പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ധൂപാർപ്പണത്തിൽ നമുക്ക് സംബന്ധിക്കാം. ഈ പുതുവർഷം ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടിയുള്ള നിശ്ചയദാർഢ്യവുമായി നമുക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധ പിതാക്കന്മാരെ ആയതിന് ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ